ആർട്ടിക്കിൾ 21 പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ഇന്ത്യൻ ഭരണഘടനയുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പാർട്ട് 3 ഇതിനെപ്പറ്റി പരാമർശിക്കുന്നു. പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ജീവിതത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. ആർട്ടിക്കിൾ 21 വ്യക്തമായി പറയുന്നു, കൃത്യമായ രീതിയിലെ ഒരു നിയമപ്രകാരമല്ലാതെ ഒരു വ്യക്തിയുടെയും ജീവിതത്തിനോ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ലൈഫോ ഡിനൈ ചെയ്യാൻ പറ്റില്ല, നിഷേധിക്കാൻ പറ്റില്ല. ഇത് പൗരന്മാർക്കും ഇന്ത്യൻ പൗരന്മാർക്കും വിദേശികൾക്കും ബാധകമാണ്. ഈ ഒരു അവൈലബിൾ ഇരു കൂട്ടർക്കും ലഭ്യമാകും. 1950 AK ഗോപാലൻ കേസ് സുപ്രീം കോടതിയുടെ മുമ്പിൽ ആർട്ടിക്കിൾ 21 ബന്ധപ്പെട്ട് എത്തുന്നു. ആർട്ടിക്കിൾ 21 AK ഗോപാലൻ കേസിൽ സുപ്രീം കോർട്ട് ഒരു നാരോ ഇൻ്റർപ്രിട്ടേഷനാണ് നടത്തുന്നത്. വളരെ ഇടുങ്ങിയ ഒരു രീതിയിൽ ഒതുങ്ങിയ ഒരു കാഴ്ചപ്പാടാണ് മുമ്പോട്ട് വയ്ക്കുന്നത്. ആർട്ടിക്കിൾ 21 ആർബിട്രറി ആയിട്ടുള്ള, അതായത് നിയമപരമല്ലാത്ത എക്സിക്യൂട്ടീവ് ആക്ഷനിൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ എന്നും നിയമപരമല്ലാത്ത ലെജിസ്ലേറ്റീവ് ആക്ഷനിൽ ഇത് നമ്മൾക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്നും അന്ന് സുപ്രീം കോടതി പറയുന്നു. ഇതുദ്ദേശിക്കുന്നത് സ്റ്റേറ്റിന് കൃത്യമായ രീതിയിൽ നിയമം പ്രകാരം ഒരു വ്യക്തിയുടെ ജീവനോ വ്യക്തി സ്വാതന്ത്ര്യമോ അവിടെ നിഷേധിക്കപ്പെടാം. സ്റ്റേറ്റിന് കൃത്യമായ രീതിയിൽ നിയമപ്രകാരം ജീവിതവോ വ്യക്തി സ്വാതന്ത്ര്യത്തിലുള്ള അവകാശങ്ങൾ അവിടെ നിഷേധിക്കപ്പെടാം എന്നാണ് പറയുന്നത്. പ്രൊസീജിയേഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന കൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. ഒരു നിയമത്തിൻ്റെ മൂല്യത നിയമ അനുസൃതമായി അത് നീതിപരമായിട്ടാണോ അത് നീതിപരമായിട്ടല്ലയോ, അതായത് അൺഫെയർ ആണോ, അൺജസ്റ്റ് ആണോ, അൺറീസണബിൾ ആണോ എന്നുള്ളത് നമുക്ക് ഒരിക്കലും ചോദ്യം ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് AK ഗോപാലൻ കേസിൽ പറയുന്നത്. 1978 മനേക ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് പറയുന്നു. ഇതിൽ AK ഗോപാലൻ കേസിൻ്റെ നിയമത്തിനെ അന്ന് പറഞ്ഞിരുന്നത് സുപ്രീം കോടതിയുടെ വെർഡിക്റ്റിനെ ഓവർ റൂൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. കുറച്ചുകൂടി വൈഡറായിട്ടുള്ളൊരു ഇൻ്റർപ്രിട്ടേഷൻ ആർട്ടിക്കിൾ 21 കൊണ്ടുവരുന്നു. നമ്മളുടെ വ്യക്തി സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ റീസണബിളായിട്ടുള്ള, ഫെയർ ആയിട്ടുള്ള, ജസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നിയമമുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, നമുക്ക് ഡിനൈ ചെയ്യാം. പക്ഷേ നേരത്തെ അങ്ങനെയല്ല പറഞ്ഞിരുന്നത്. അത് അൺജസ്റ്റ് ആണെങ്കിലും അൺഫെയർ ആണെങ്കിലും അൺറീസണബിൾ ആണെങ്കിലും നമുക്ക് ഡിനൈ ചെയ്യാമെന്നാണ്. പക്ഷേ ഇവിടെ പറയുന്നത് ഫെയർ ആണോ, നീതിപരമായിട്ടുള്ള നിയമമാണോ, അതല്ലെങ്കിൽ റീസണബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്കത് ഡിനൈ ചെയ്യാം. ആർട്ടിക്കിൾ 21 ഡിനൈ ചെയ്യാം എന്ന് പറയുന്നു. പോരാതെ മനേക ഗാന്ധി കേസിൽ തൻ്റെ പാസ്പോർട്ട് തടഞ്ഞു വെച്ചതിനെ തുടർന്നാണ്, കൃത്യമായ കാരണം ബോധിപ്പിക്കാതെ മനേക ഗാന്ധിയുടെ പാസ്പോർട്ട് തടഞ്ഞു വെച്ചതിനെ തുടർന്നാണ് 1978 സുപ്രീം കോടതിയുടെ മുമ്പിൽ ഇത്തരത്തിലുള്ളൊരു കേസ് എത്തുന്നത്. ഈ കേസിലൂടെ മനേക ഗാന്ധി പറഞ്ഞു, ഇതിൽ എൻ്റെ ആർട്ടിക്കിൾ 14, എൻ്റെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ആൻഡ് ഓൾസോ ആർട്ടിക്കിൾ 19 ആൻഡ് ഓൾസോ ആർട്ടിക്കിൾ 21 മൈ പേഴ്സണൽ ലിബർട്ടി ഇത്രയും വയലേറ്റ് ചെയ്യപ്പെടുകയാണ്. സോ ഇത് ഒരു നാച്ചുറൽ ജസ്റ്റിസ് എന്നുള്ളത് കൺഫേം ആക്കണമെന്നും പറയുന്നു. ഇതിലൂടെയാണ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്നുള്ളൊരു അമേരിക്കൻ കൺസെപ്റ്റ് കൂടുതലും ശക്തി പ്രാപിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് വരുന്നത്. ഡ്യൂ പ്രോസസ് ഓഫ് ലോ. റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 പറഞ്ഞിരിക്കുന്ന റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത് കൂടുതലും പേഴ്സണൽ ലിബർട്ടിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് വരുന്നതും ഈ ഒരു സമയത്താണ്. ഇതിനുശേഷം പിന്നീട് ഒരുപാട് കേസുകൾ വരികയുണ്ടായി. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ് 1979 1979 ഹുസൈൻ ആറ കാർട്ടൂൺ വേഴ്സസ് ബീഹാർ സ്റ്റേറ്റ് കേസ്. ഈ കേസിൽ സ്പീഡി ആയിട്ടുള്ള രീതിയിലൊരു ട്രയൽ ആവശ്യപ്പെടുന്നു. പിന്നീട് ഷീല ബാർസെ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര കേസ്
റൈറ്റ് എഗെയിൻസ്റ്റ് കസ്റ്റഡിയൽ ഹറാസ്മെൻറ്റ് അതിൽ പറയുന്നുണ്ട്. കസ്റ്റഡിയിലുള്ള ഹറാസ്മെൻറ്റിന് എതിരെയുള്ള അവകാശം പറയുന്നു. ഓൾഗ ടെല്ലിസ് വേഴ്സസ് ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ റൈറ്റ് ടു ലിവ്ലിഹുഡ്. KS പുട്ടുസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് 2017. ആധാർ കേസ് എന്നും അറിയപ്പെടുന്ന പുട്ടുസ്വാമി കേസ്, റൈറ്റ് ടു പ്രൈവസി തുടങ്ങിയ കേസുകളെല്ലാം ആർട്ടിക്കിൾ 21 അതിന് ബന്ധപ്പെട്ടുണ്ടായ 1950 AK ഗോപാലൻ കേസ് ആൻഡ് 1978 മേനക ഗാന്ധി കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു.